ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2019 പുറത്തിറങ്ങിയ ചോള എന്ന മൂവിയുടെ സ്റ്റോറിയാണ്. ജാനകി എന്ന സ്കൂൾ വിദ്യാർത്ഥിനി വീട്ടിൽ പറയാതെ ഒരു ദിവസം അവളുടെ കാമുകൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നു. കാമുകൻ്റെ ബോസും ഇവർക്കൊപ്പം ഉണ്ട്. എന്നാൽ ഈ യാത്രയ്ക്കൊടുവിൽ ജാനകിക്ക് വീട്ടിലേക്ക് മടങ്ങി വരാൻ പറ്റാത്ത അവസ്ഥയാകുന്നു. വലിയൊരു ദുരിതമായി മാറുകയായിരുന്നു അവരുടെ ഈ യാത്ര. ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ചെറുപ്പക്കാരനെയും വേറൊരാളെയും കാണുവാൻ സാധിക്കും. ഇവർ രണ്ടുപേരും ആർക്കോ വേണ്ടി കാത്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി, ഒരു സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ടൊരു പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വരുന്നു. അവളുടെ പേരാണ് ജാനകി. ഇവളുടെ കാമുകനാണ് ആ ചെറുപ്പക്കാരൻ. ഇവരൊരു ദിവസം വീട്ടിൽ പറയാതെ കറങ്ങാൻ പോകാനുള്ള ഏർപ്പാടിലാണ്. കൂടെയുള്ളത് ഈ ചെറുപ്പക്കാരൻ്റെ ബോസും. ജാനകി വന്നപാടെ കൂടെയുള്ള ആളെ കണ്ടൊന്ന് ഭയക്കുന്നു. അപ്പോൾ കാമുകൻ പറയുന്നു, നീ പേടിക്കേണ്ട, ഇതെൻ്റെ ബോസാ, നമ്മളെ കൊണ്ടുവിടാനൊക്കെ ആയിട്ടാണ് പുള്ളി വന്നിരിക്കുന്നതെന്ന്. അങ്ങനെ ജാനകി ഇവരുടെ കൂടെ വണ്ടിയിലേക്ക് കയറുന്നു. ജീപ്പിൽ അവർ മൂന്നുപേരും യാത്ര തുടർന്നു. ജാനകിക്കാണെങ്കിൽ ഭയങ്കര മൗനം, അവൾ ആരോടും മിണ്ടുന്നില്ല. അപ്പോൾ കാമുകൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, നീ ഒറ്റയ്ക്ക് വരാമെന്നല്ലേ പറഞ്ഞത്, എന്തിനാ ഇയാളെയും കൂട്ടിക്കൊണ്ട് വന്നേ? അപ്പോൾ കാമുകൻ പറയുന്നു, നമുക്കങ്ങനെ ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റില്ല, പുള്ളി നമ്മളെ സഹായിക്കാനാണ് വന്നതെന്ന്. ജാനകി പറയുന്നു, ഇങ്ങനെയാണെങ്കിൽ എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടേ വിട്, എനിക്ക് നിൻ്റെ കൂടെ വരാൻ താല്പര്യമില്ലെന്ന്. അങ്ങനെ കാമുകൻ എന്തൊക്കെയോ പറഞ്ഞ് ജാനകിനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അവളുടെ സങ്കടമൊക്കെ മാറുന്നു. അങ്ങനെ അവർ എൻജോയ് ചെയ്ത് യാത്ര മുന്നോട്ട് പോകുന്നു. അവസാനം അവർ എത്തിച്ചേർന്നത് എറണാകുളത്തേക്കാണ്. എറണാകുളം എത്തിപ്പാടെ ജാനകി അവളുടെ യൂണിഫോം മാറ്റി പുതിയൊരു ഡ്രസ്സ് ഇടുന്നുണ്ട്. രണ്ടുപേരും എറണാകുളം ഫുള്ള് ചുറ്റിക്കാണുന്നു. ജാനകി ആദ്യമായിട്ടാണ് എറണാകുളത്തേക്കൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ നല്ല സന്തോഷത്തിലാണ്. രണ്ടുപേരും എൻജോയ് ചെയ്ത് കുറേ ഫുഡൊക്കെ കഴിച്ചും അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടും അങ്ങനെ അവരുടെ ലോകത്തായിട്ടിരുന്ന് സന്തോഷിക്കുകയാണ്. സമയം പോയതേ ഇവർ അറിഞ്ഞില്ല. വൈകുന്നേരമായി. ജാനകി പറയുന്നുണ്ട്, അയ്യോ ലേറ്റായി, എനിക്ക് അമ്മ വരുന്നതിന് മുമ്പ് വീട്ടിൽ പോകണം, നമുക്ക് എത്രയും പെട്ടെന്ന് പോകാമെന്ന്. അങ്ങനെ അവൻ ബോസിനെ വിളിക്കുന്നു. ബോസ് ജീപ്പുമായി അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. അങ്ങനെ അവർ യാത്ര പുറപ്പെടും. അങ്ങനെ അവർ മൂന്നുപേരും തിരിച്ച് ജാനകിയുടെ നാട്ടിലേക്ക് പോവാണ്. നേരം നല്ലപോലെ ഇരുട്ടിയിട്ടുണ്ട്. പോകുന്ന യാത്രക്കിടയിൽ ഈ ചെറുപ്പക്കാരനൊരു ഫോൺ വരുന്നു. അങ്ങനെ അവർ വണ്ടി നിർത്തുന്നു. ഇവൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. ഒരു കൂട്ടുകാരനാണ് ഇവനെ വിളിച്ചത്. എടാ, ജാനകി കാണുന്നില്ലെന്നും പറഞ്ഞ് അവളുടെ അമ്മ ഇവിടെ ഭയങ്കര പ്രശ്നമുണ്ടാക്കി, ഇനി നിൻ്റെ കൂടെ എങ്ങാനും അവൾ വന്നോ, എല്ലാവരും നിൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല എൻ്റെ കൂടെ ഒന്നും വന്നിട്ടില്ല, ഞാൻ വർക്കിൻ്റെ ആവശ്യത്തിന് ഇവിടെ എറണാകുളത്തിന് വന്നാന്ന്. അങ്ങനെ അവൻ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുന്നു. അവൻ വേഗം ബോസിനെ വിളിച്ച് കാര്യം പറയുന്നു. അപ്പോൾ ബോസ് അവനോട് പറയുന്നുണ്ട്, നീ ടെൻഷൻ അടിക്കണ്ട, ഞാനില്ലേ കൂടെ, ഞാൻ നോക്കിക്കോളാം എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഓൾറെഡി ജാനകി ഭയങ്കര ലേറ്റായെന്നും പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ചിരിക്കുവാണ്, ഇനി ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ലെന്ന്. അപ്പോൾ ബോസ് പറയുന്നുണ്ട്, നീ വണ്ടിയിലേക്ക് കയറി, നമുക്ക് ബാക്കി നോക്കാമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും വണ്ടിയിലേക്ക് കയറുന്നു. ജീപ്പിൽ കയറിയതോടെ ബോസ് ജാനകിയോട് കാര്യം പറഞ്ഞു, നിൻ്റെ വീട്ടിലൊക്കെ അറിഞ്ഞ് കുറച്ച് സീനായെന്ന്. ഇതും കൂടി കേട്ടതോടെ ജാനകി ബഹളം വെച്ച് കരയാൻ തുടങ്ങി. എന്നിട്ട് ജാനകി അവനോട് പറയുന്നുണ്ട്, അതായത് ജാനകിയുടെ കാമുകനോട് പറയുന്നു, നമുക്കിനി ജീപ്പിൽ പോകണ്ട, നമുക്ക് ബസ്സിൽ പോവാം, എനിക്ക് വേഗം വീട്ടിൽ പോകണം, എനിക്ക് അമ്മേനെ കാണണമെന്നെല്ലാം പറഞ്ഞ് ബഹളം വെക്കുന്നു. അപ്പോൾ ബോസ് അവളോട് ദേഷ്യപ്പെടുന്നു, മിണ്ടാതിരിടി എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ജാനകി മിണ്ടാതിരിക്കുന്നു. അങ്ങനെ ഇവർ മൂന്നുപേരും കൂടി പിന്നീട് പോകുന്നത് ഒരു ലോഡ്ജിലേക്കാണ്. ജാനകി ആകെ പേടിച്ചിരിക്കുവാണ്. ജാനകി അവളുടെ കാമുകനോട് പറയുന്നുണ്ട്, നമുക്ക് ബസ്സിൽ പോവാം, എനിക്ക് പേടിയാവുന്നു, ഈ സ്ഥലം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു, നമുക്ക് വേഗം വീട്ടിൽ പോകാമെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ബോസ് എല്ലാം നോക്കിക്കോളും, നമുക്ക് ഇന്ന് പോയാൽ ശരിയാവില്ല, നമുക്ക് ഇന്നൊരു ദിവസം ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ തന്നെ വീട്ടിൽ പോവാം എന്നൊക്കെ പറയുന്നുണ്ട്. ജാനകിയുടെ കരച്ചിൽ കേട്ടിട്ട് ബോസ് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ പയ്യനോട് ബോസ് പറയുന്നുണ്ട്, എടാ ഇവളോട് മിണ്ടാതിരിക്കാൻ പറ, ഇവിടെ കിടന്ന് ബഹളമൊന്നും വെക്കാൻ പറ്റില്ല, ഇന്നൊരു ദിവസമല്ലേ, നാളെ രാവിലെ തന്നെ പോവാം, ഇന്ന് എന്തായാലും ഇവിടെ നിൽക്കുന്നു പറഞ്ഞ് അവരെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോകുന്നു. റൂമിലെത്തിയിട്ട് ഇവരെ രണ്ടുപേരെ റൂമിലാക്കിയിട്ട് ബോസ് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് താഴേക്ക് പോകുന്നു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പോയി ഡോറൊക്കെ അടയ്ക്കുന്നുണ്ട്. ജാനകിയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. ജാനകി പറയുന്നുണ്ട്, നമുക്ക് വേഗം പോവാം, ഒരു ബസ്സിന് പോവാം, എനിക്ക് വീട്ടിൽ പോകണം, അമ്മേനെ കാണണം. അപ്പോൾ കാമുകൻ മാക്സിമം അവളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഞാനില്ല, നീ എന്തിനാ പേടിക്കുന്നത്, ഞാനില്ല കൂടെ, ഇന്നൊരു ദിവസം നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ തന്നെ പോവാം. പെട്ടെന്ന് ബോസ് മുറിയിലേക്ക് കയറി വരുന്നു. എന്നിട്ട് കുറച്ച് പൈസ ആ ചെറുപ്പക്കാരന് കൊടുത്തിട്ട് പറയുന്നു, എടാ നീ പുറത്ത് പോയി നമുക്ക് 3 പേർക്കുള്ള ഫുഡും എനിക്കൊരു കുപ്പിയും വാങ്ങിച്ചിട്ട് വന്ന്. അപ്പോൾ ഇത് കേട്ട് ജാനകിയും ആ ചെറുപ്പക്കാരനും ഞെട്ടുന്നു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, ഞാൻ തന്നെ പോകണോ, ബോസ് പോയിക്കൂടെ, ഇവൾ ഒറ്റയ്ക്കല്ലേ, ഇവളാകെ പേടിച്ചിരിക്കുമല്ലേന്ന്. അപ്പോൾ ബോസ് പറയുന്നുണ്ട്, നീ തന്നെ പോകണം, നീ എന്താ ഞാൻ പറഞ്ഞ കേക്കില്ലേ, വേഗം പോയി വാങ്ങിച്ചിട്ട് വന്ന്. അപ്പോൾ ജാനകി ഇവൻ പോവാതിരിക്കാൻ മാക്സിമം ഇവനെ കയ്യിലൊക്കെ പിടിച്ച് പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരനും പോകാൻ ഭയങ്കര മടി. ലാസ്റ്റ് ബോസിനെ പേടിച്ചിട്ട് ഇവൻ മനസ്സില്ലാ മനസ്സോടെ അവിടെ നിന്നും ഫുഡ് വാങ്ങാനായിട്ട് പുറത്തേക്ക് പോകുന്നു.
ഇവൻ ഫുഡ് വാങ്ങാൻ പുറത്തേക്ക് പോയതോടെ ജാനകി കുളിക്കാൻ എന്ന രീതിയിൽ ബാത്റൂമിൽ കയറിയിട്ട് കതക് അടച്ചിട്ട് ഭയങ്കര കരച്ചിൽ. ബോസ് മുറിയിൽ തന്നെയുണ്ട്. ഈ ചെറുപ്പക്കാരനാണെങ്കിലോ എവിടെ പോയി ഫുഡ് വാങ്ങണം, എവിടെ പോയി കുപ്പി വാങ്ങണമെന്നൊന്നും അറിയാതെ ആ ടൗണിൽ കടന്ന് ഓടുകയാണ്. എങ്ങനെയോ അവൻ മദ്യ ഷോപ്പിലെത്തി. അവിടെ ചെന്നപ്പോഴാണെങ്കിലോ ഭയങ്കര ക്യൂ. ജാനകി ആണെങ്കിൽ ഇപ്പോഴും ആ ബാത്റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പേടിച്ച് വിറച്ച് അവൾ അവിടെ ഇരുന്ന് കരയുകയാണ്. അങ്ങനെ ചെറുപ്പക്കാരൻ എവിടുന്നോ ഫുഡും കുപ്പിയും ഒക്കെ വാങ്ങിച്ച് നല്ല സ്പീഡിൽ ഓടി അങ്ങോട്ട് ലോഡ്ജിലേക്ക് വരുവാണ്. അങ്ങനെ റൂമിൽ പോയിട്ട് ഡോറ് കൊട്ടുന്നു. ബോസ് ഇറങ്ങി വരുന്നു. എന്നിട്ട് ബോസ് താഴേക്ക് പോകുന്നു. ഇവൻ നോക്കുമ്പം കട്ടിലയിലൊക്കെ ബ്ലഡ്. അങ്ങനെ അവളെ അന്വേഷിക്കുന്ന ജാനകിനെ കാണുന്നില്ല. ബാത്റൂം തുറന്ന് നോക്കുമ്പോഴാണോ അവിടെ വസ്ത്രമൊന്നുമില്ലാതെ അവൾ ഇരുന്ന് കരയുകയാണ്. ഇത് കണ്ട് ഈ ചെറുപ്പക്കാരൻ ആകെ തകർന്നു പോയി. ജാനകിയുടെ അടുത്തിരുന്ന് അവനും പൊട്ടിക്കരയുകയാണ്. അവൻ അവിടെ നിന്ന് എണീറ്റ് താഴേക്ക് ബോസിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ബോസിനോട് പറയുന്നു, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ച്, നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞാൻ വന്നത്, നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്യാൻ പാടുണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞ് അവിടെ ഇരുന്ന് കരയുന്നു. ബോസ് ആണെങ്കിലും അവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ലെന്നും പറഞ്ഞ് ബോസ് അവർ രണ്ടുപേരെയും കൂട്ടിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ അവർ ജീപ്പിൽ കയറി തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി ജാനകി ഇരുന്ന് ഭയങ്കര കരച്ചിൽ. എനിക്ക് വീട്ടിലേക്ക് പോകണ്ട, എനിക്ക് അമ്മയുടെ മുഖത്ത് കാണണ്ട, എനിക്ക് എന്തായാലും വീട്ടിൽ പോകാൻ പറ്റില്ലെന്നൊക്കെ. അപ്പം കൂടെയുള്ള കാമുകൻ പറയുന്നു, പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും, സാരമില്ല, നീ വീട്ടിലേക്ക് പോക്കോ, ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നെല്ലാം പറയുന്നു. പക്ഷെ ജാനകി എന്ത് വന്നാൽ സമ്മതിക്കുന്നില്ല. ഇല്ല, എനിക്ക് വീട്ടിൽ പോകണ്ട, ഞാൻ വീട്ടിലേക്ക് വരില്ല എന്നെല്ലാം പറയുന്നു. ഇതിൻ്റെ ഇടയിൽ ജാനകിക്ക് ഒമിറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇവർ വണ്ടി നിർത്തി ഇവൾ ഒമിറ്റ് ചെയ്യുന്നു. ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവൾ പറയുന്നത്, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല, നീയാണ് ഇതിനെല്ലാം കാരണം, ഇനി നിന്നോട് ഞാൻ എങ്ങോട്ടും ഇല്ലെന്നെല്ലാം പറഞ്ഞ് അവർ ആ വഴിയിലിരുന്ന് തല്ലുണ്ടാക്കുവാണ്. അപ്പോൾ ബോസ് അവരുടെ അടുത്തേക്ക് നേരെ ചെല്ലുന്നു. എന്നിട്ട് ബോസ് ദേഷ്യപ്പെട്ടിട്ട് പറയുന്നു, ഓക്കെ നിനക്ക് വീട്ടിൽ പോകണമെങ്കിൽ പോകണ്ട, വീട്ടിലേക്ക് ആക്കുന്നില്ല, വാ എൻ്റെ കൂടെ വാന്നും പറഞ്ഞ് ജാനകിനെ വലിച്ചുകൊണ്ട് പോകുന്നു. അപ്പം കൂടെയുള്ള കാമുകൻ ബോസിനെ ചീത്ത പറയുന്നു, നിങ്ങൾ കാരണമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്, വിട്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം, വിടെന്ന് പറഞ്ഞു. ബോസ് അവനെ തല്ലി താഴെ ഇട്ടിട്ട് ജാനകിനെയും വിളിച്ച് വണ്ടിയിലേക്ക് പോയി കയറുന്നു. ഇവനും ബാക്കിൽ തന്നെ പോയി വേഗം ജീപ്പിലേക്ക് കയറുന്നു. ഇവരുടെ ജീപ്പ് പിന്നെ നേരെ പോയി നിന്നത് ഒരു കാട് പോലെയുള്ള ഒരു പ്രദേശത്തേക്കാണ്. എന്നിട്ട് ബോസ് ഇറങ്ങുന്നു, ജാനകിയും ഇറങ്ങുന്നു. എന്നിട്ട് ചെറുപ്പക്കാരൻ ഇറങ്ങിയിട്ട് ബോസിനോട് ചോദിക്കുന്നു, ഇത് ഏതാ സ്ഥലം, വേഗം വാ, ഇവിടെ വേഗം വീട്ടിൽ കൊണ്ടേ ആക്കണം, നിങ്ങൾ എന്തിനാ ഇവിടെ കൊണ്ടേ നിർത്തിയിരിക്കുന്നതിന്. അപ്പോൾ ബോസ് അവനെ തട്ടി മാറ്റിയിട്ട് എങ്ങോട്ടോ നടന്ന് നീങ്ങുന്നു. ജാനകിയും ഇയാളുടെ പുറകെ തന്നെ അങ്ങ് പോകുന്നുണ്ട്. അപ്പം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നീ എന്താ കാണിക്കുന്നത്, നീ എന്തിനാ ഇയാളുടെ പുറകെ പോകുന്നത്, വാ നമുക്ക് വീട്ടിൽ പോവാം, ഈ വീട്ടിൽ പോകണ്ടെങ്കിൽ നമുക്ക് വേറെ എങ്ങോട്ടേലും പോവാം, ഇയാൾ നമ്മളെന്തെങ്കിലും ചെയ്യും, വാ എന്ന് പറയുന്നു. പക്ഷെ ജാനകി അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇയാളുടെ ബാക്കിലേക്ക് തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നേരെ ചെന്ന് ബോസിൻ്റെ കാല് പിടിക്കുന്നു. എന്നിട്ട് പറയുന്നു, ബോസ് ബാ നമുക്ക് തിരിച്ചു പോവാം, എനിക്ക് പേടിയാവുന്നു, അവളെ വേഗം കൊണ്ടുപോയി വീട്ടിലാക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവാം, ഇങ്ങോട്ട് പോകണ്ട, എനിക്ക് പേടിയാവുന്നു എന്ന് പറയുന്നു. അപ്പോൾ ബോസ് ഇവനെ തട്ടി മാറ്റുന്നു. ഇവളും ജാനകിയാണേലും ഇവൻ്റെ അടുത്തേക്ക് വരുന്നില്ല, നേരെ ബോസിൻ്റെ ബാക്കിലേക്കാണ് പോകുന്നത്. ബോസ് ആ കാട്ടിലൂടെ അങ്ങനെ പോവാണ്. ജാനകിയും അയാളുടെ പുറകെ തന്നെ ഉണ്ട്. വേറെ വഴിയൊന്നുമില്ലാതെ ഈ ചെറുപ്പക്കാരനും ഇവരുടെ ബാക്കിൽ തന്നെ പോവാണ്. പിന്നീട് ഒരു പുഴയാണ് കാണുന്നത്. ബോസും ജാനകി ആ പുഴ മുറിച്ച് കടന്ന് അപ്പുറത്തെത്തുന്നു. ഇപ്പുറം നിന്നിട്ടാണെങ്കിൽ ഈ ചെറുപ്പക്കാരൻ വിളിച്ച് പറയുന്നുണ്ട്, നീ പോടി, നീ അയാളുടെ കൂടെ പോ, അയാൾ നിന്നെ കൊല്ലും, നീ അയാളുടെ കൂടെ തന്നെ പോകുന്നു പറഞ്ഞിട്ട് ഇവൻ നേരെ ജീപ്പിൻ്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പം സിഗ്നലില്ല, ആരെയും വിളിക്കാനും പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇവൻ വീണ്ടും തിരിച്ച് ആ സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ്. ബോസ് അങ്ങനെ ആ പുഴയിലാണ്. അതിൻ്റെ ഇടയിൽ ജാനകിനെ ആ വെള്ളത്തിലേക്ക് വലിച്ചഴിച്ച് പോകുന്നുണ്ട്. പക്ഷെ അവൾ തിരിച്ച് കയറി വന്ന് അവിടെ കരയിൽ തന്നെ വന്നിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ ചെറുപ്പക്കാരൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ജാനകി ഞാൻ പറയുന്ന കേക്ക്, ബാ, ഇവിടെ അപകടമാണ്, ബാ നമുക്ക് തിരിച്ചു പോകാമെന്നെല്ലാം പറഞ്ഞ് കുറേ കെഞ്ചുന്നുണ്ട്. ജാനകിക്കാണ് ഇവനെ കാണുന്നത് തന്നെ ഇപ്പോൾ പേടിയാണ്. ഇവനോട് പോകുന്നെല്ലാം പറഞ്ഞ് ഇവൻ അടുത്ത് നിന്ന് മാറുന്നു. അപ്പോഴേക്കും ഇത് കണ്ടു നിന്ന് ബോസ് അങ്ങോട്ട് വരുന്നു. എന്നിട്ട് ബോസ് ഇവനോട് പറയുന്നു, എടാ നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ, അതല്ലേ അവർക്ക് നിൻ്റെ കൂടെ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ്, ഇനി നീ ഇവിടെ നിൽക്കണ്ട, ഇവിടുന്ന് പോകുന്നു പറഞ്ഞ് അവനെ അവിടുന്ന് ഓടിക്കുന്നു. ഇവൻ അവിടെ നിന്ന് പോയിട്ട് ദൂരെ മാറിപ്പോയിരുന്നു. ഭയങ്കര കരച്ചിൽ. ഇതിൻ്റെ ഇടയിൽ ഈ ബോസ് ജാനകിനെ വിളിച്ചൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഇയാൾ പോകുന്നു. ജാനകിയാണ് വരുന്നില്ല. ഇയാൾ ജാനകിനെ പിടിച്ച് വലിച്ചുകൊണ്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഈ ചെറുപ്പക്കാരൻ ഇവർ പോയ വഴിയെ തന്നെ ഇവർ അന്വേഷിച്ച് പുറകെ പോവുകയാണ്. അങ്ങനെ ഇവൻ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ ബോസ് ഈ ജാനകിനെ സെക്ഷലായിട്ട് ഉപദ്രവിക്കുന്നതാണ്. ഇവനത് കണ്ടിട്ട് തീരെ സഹിക്കുന്നില്ല. അവൻ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ.
ഇവനൊന്നും നോക്കിയില്ല, നേരെ ജീപ്പിൻ്റെ അടുത്തേക്ക് പോയി ജീപ്പിൻ്റെ അകത്ത് നിന്ന് ഒരു കത്തി എടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെ അവൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ജാനകി ആ കരയിലുണ്ട്, പുള്ളി ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ്. ഇവൻ നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. പിന്നെ രണ്ടുപേരും തമ്മിൽ മൽപ്പിടുത്താണ്. ഇത് കണ്ടിട്ട് ജാനകിയാണ് ഇരുന്ന് ഭയങ്കര കരച്ചിൽ. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര മൽപ്പിടുത്തമൊക്കെ ആയി. പിന്നെ ആ ഒഴുക്കിൽ അവർ രണ്ടും അങ്ങനെ ഒഴുകി പോവാണ്. ജാനകി കുറേ ഇവരെ നോക്കുന്നു, കാണുന്നില്ല. പിന്നെ രാത്രിയായി. ഇവളാണെങ്കിൽ ഓരോ കല്ലെടുത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് അങ്ങനെ സമയം പോകുന്നു. നേരം വെളുത്തു. ജാനകി നല്ല ഉറക്കത്തിലാണ്. നമുക്ക് ചുറ്റിലും അവൾ ആ കല്ല് കൂമ്പാരം ഉണ്ടാക്കിയത് കാണുവാൻ സാധിക്കും. ഉറക്കം എണീറ്റ് ജാനകി കാണുന്നത് തൻ്റെ കാമുകനെയാണ്. അവൻ അവിടെ വന്നിരിപ്പുണ്ട്. ജാനകി വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവൻ ജാനകിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ അയാളെ കൊന്നു എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് കരയുന്നു. ജാനകി ഇത് കേട്ട് ഷോക്കായിട്ട് കരയുന്നു. എന്നിട്ട് ജാനകി അവിടെ ചെന്ന് നോക്കുമ്പം ബോസിൻ്റെ ബോഡി ആ കരയിൽ കിടക്കുന്ന കാണുവാൻ സാധിക്കും. ഇവളവിടെ ഇരുന്നാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. പിന്നീട് നമ്മൾ കാണുന്നത് ഇവളാ ബോസിൻ്റെ ബോഡിയുടെ അടുത്ത് പോയിരുന്ന് ഭയങ്കര കരച്ചിൽ. അല്പം സമയം പിന്നിട്ടു. ജാനകി കരയിലിരിപ്പുണ്ട്, ഇവനാണെങ്കിൽ വെള്ളത്തിലും. ജാനകി ഒന്നും നോക്കിയില്ല. അവിടെ ഇരുന്ന് ഒരു വലിയ കല്ലെടുത്ത് ഇവൻ്റെ തലയിൽ തുരുതുരാന്നിടിച്ചു. ഇവൻ അപ്പം തന്നെ മരിച്ച വെള്ളത്തിൽ വീണു. പിന്നീട് നമ്മൾ കാണുന്നത് രക്തത്തിൻ്റെ കളറിലുള്ള വെള്ളമാണ്. ഇവൾ ആ രക്തം കളർന്ന വെള്ളത്തിൽ കുറേ പ്രാവശ്യം മുങ്ങിപ്പൊങ്ങുന്നുണ്ട്. ജാനകി ആ വെള്ളത്തിൽ തന്നെ ഇരുന്നു. പിന്നീട് നമ്മളെ കാണിക്കുന്നത് വെള്ളച്ചാട്ടമാണ്. അങ്ങനെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്